ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സാറ്റൻ ഫ്രീക്സ്. അപ്പോൾ സാറ്റൻ ഫ്രീക്സിലെ വിമൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നവരോട്, എന്താണ് ന്യൂ ഇയർ സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ ന്യൂ ഇയറിൻ്റെ എന്നുള്ള കാര്യം ചോദിക്കുന്നവരോട് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. ന്യൂ ഇയറും കാര്യങ്ങളൊന്നും ആഘോഷിക്കുന്നില്ല. ഇപ്പം തലക്കോട് ഫെസ്റ്റിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തലക്കോട് ആ ഒരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ, തലക്കോട് സ്കൂൾ ഗ്രൗണ്ടിൽ തലക്കോട് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ കൊല്ലം നടക്കുന്നതാണ്. പാപ്പാനിനെയൊക്കെ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് ഇപ്രാവശ്യം പോയില്ല. കഴിഞ്ഞ കൊല്ലം പോയില്ല, ഇപ്രാവശ്യം പോയില്ല. ബിക്കോസ് ആ ഒരു പഴയ ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല ഇപ്പോൾ. അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകണം. ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് 10:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര മണിക്കൂറുണ്ട്? ഐ തിങ്ക് 40+1 hour. ഏകദേശം 1.25 മണിക്കൂറും കൂടി ഉള്ളൂ. 1.25 മണിക്കൂർ പോലും ഇല്ല ഇനി അടുത്ത കൊല്ലം വരാനായിട്ട്. സോ ഐ ആം വെയിറ്റിംഗ്, എക്സൈറ്റഡ് ഫോർ ദിസ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് ഈ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ ഇയേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2020 ശേഷം എന്ത് സംഭവിച്ചെന്നറിയില്ല. ചറപറാന്ന് പറഞ്ഞാണ് ഇയേഴ്സ് പോകുന്നത്. വാട്ട് എവർ, നമ്മളിങ്ങനെ ഏജ് കൂടി വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ ഭയങ്കര ഒരു ഇതുണ്ട്. സോ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ്, മിക്ക യൂട്യൂബേഴ്സും പറയുന്നത് 2026 നമുക്കെല്ലാവർക്കും കൂടെ 2016 തന്നെ പരിഗണിക്കാമെന്നാണ്. അതായത് ദ ന്യൂ 2016 അത് ആ ഒരു പഴയ വൈബ്, ആ ഒരു ഓൾഡ് ഇതില്ലേ, ആ ഒരു കെയർലെസ് ആയിട്ടുള്ള പരിപാടികൾ, അത് നമ്മൾ വയസ്സാവും, ഇപ്പോൾ തന്നെ വലുതാവും എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല, പേടിയൊന്നും ഇല്ലാണ്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു 2016. അപ്പോൾ അത് അടിപൊളി സമയമായിരുന്നു. ഞാനൊന്നും ചെറുതാണ്, ഓക്കെ, ബട്ട് അന്ന് ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ഓക്കെ, ആ ചെറുപ്പത്തിൽ നമ്മളൊന്നും അറിയാണ്ട് എൻജോയ് ചെയ്തിരുന്നു. സോ ഇപ്പോൾ 10 years ago, എന്ത് പറയാനല്ലേ, ഒന്നും പറയില്ല. സോ ഇതൊരു ചെറിയ വീഡിയോ ആണ്, അങ്ങനെ ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ 2016 ഞങ്ങളെല്ലാവരും കൂടെ പരിഗണിക്കുന്നത് 2026 ഞങ്ങളെല്ലാവരും പരിഗണിക്കുന്നത് 2016 ഫ്രണ്ട്സ് എല്ലാവരും. ഇറ്റ്സ് എ റെസൊല്യൂഷൻ. അതായത് ഈ ഒരു ഇയർ പഴയ ആ ഒരു വൈബിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് സിനിമയൊക്കെ കാണാൻ പോയി, അങ്ങനെ ആ ഒരു വൈബിൽ പിടിക്കാമെന്നുള്ള മൂടാണ്. സോ ജനനായകൻ ഇറങ്ങാൻ പോകുന്നത് ഇപ്പോൾ 2026 ഇപ്പോൾ ഇതായിട്ടുള്ളത്, അല്ലെങ്കിൽ ദ ന്യൂ 2016 എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ വരാൻ പോകണതേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ജനനായകൻ റിലീസ് വിജയിൻ്റെ, പിന്നെന്താ വേൾഡ് കപ്പിനെ നല്ല വെയിറ്റിംഗ് ആണ്. വേൾഡ് കപ്പ്, പിന്നെന്താ അവഞ്ചേഴ്സ്, പിന്നെ നാളെ 2020 January 1 ഫൈനൽ സീസൺ ഇറങ്ങും, അല്ല ഫൈനൽ എപ്പിസോഡ് ഇറങ്ങും, സോറി. അത് കാണണം. 2016 വാസ് ഓസം. പിന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തുടങ്ങും. സോ ഏകദേശം എല്ലാം പക്കയാണ്. എലക്ഷൻസ് വരാൻ പോവുകയാണ്. അത് ഞാൻ കേരളത്തിലെ ഇലക്ഷനൊക്കെ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ബിക്കോസ് വിജയ് CM ആവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. സോ എല്ലാം കട്ട വെയിറ്റിംഗ് ആണ്. 2026 ഒരു നല്ല ഇയർ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് സാറ്റൻ ഫ്രീക്സിൻ്റെ വക, അല്ലെങ്കിൽ വിമലിൻ്റെ വക, അതിൽ പല വീഡിയോസിലും കാണാറില്ല ഇപ്പോൾ അല്ലേ, അതിൽ ഭയങ്കര ബിസിയാണ്. സോ ഇറ്റ്സ് എ പ്രോബ്ലം. ഇപ്പം ഞാൻ മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഭാവിയിൽ ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ വീഡിയോ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും ഇനി 2026 ഞാൻ 10th. സോ വീഡിയോസ് വരുന്നത് ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്ത് പരിപാടിക്ക് പോയാലും അത് മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ജനനായകൻ റിലീസൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ സിനിമയ്ക്ക് കാണാൻ പോകും നമ്മൾ. സോ അതൊക്കെ ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ ലെറ്റ്സ് ഹോപ്പ് ദിസ് ഇയർ വുഡ് ബി എ ഗ്രേറ്റ്, ഗുഡ്, ബെറ്റർ ഇയർ ദാൻ 2025 എന്ന് വിശ്വസിക്കാം. So wishing you all happy new year, and with that the 2025 is going to an end. Goodbye 2025 and welcome 2026 എന്ന് പറഞ്ഞുകൊണ്ട് സാറ്റൻ ഫ്രീക്സ് is ending this short video. That's all. Thank you and have a great year.